നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് ആക്കുളത്താണ്. വളരെ പ്രകൃതി മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇവിടെ നമുക്കറിയാം പുതുതായിട്ട് ടൂറിസ്റ്റ് വില്ലേജ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ആക്കുളത്തേക്ക് എത്തുന്നുണ്ടെന്ന് പറയാം. ഇതിന്റെ പൂർണ്ണ പ്രൗഢിയിൽ എത്തിയിട്ടില്ല. കാര്യം കായലിന്റെ നല്ലൊരു ഭാഗം ഇനിയും വൃത്തിയാക്കാനുണ്ട്. പക്ഷെ വളരെ കൃത്യമായ ഒരു പ്രോജക്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വേളി ആക്കുളം ടൂറിസ്റ്റ് സർക്യൂട്ട് രാജ്യാന്തര ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ലെവലിലേക്ക് ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം കുറെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രത്യേകതയൊക്കെ പറയാം. സാർ പറഞ്ഞതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ മലിനമാക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ വളരെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ രാവിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത്. എന്തായാലും അതൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകും. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഒട്ടനവധി വാർത്തകൾ വരാനുണ്ട്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന യുവ സംവിധായക സാക്ഷാൽ ലെനിൻ രാജേന്ദ്രന്റെ അസോസിയേറ്റ് കൂടിയായിരുന്ന നയന സൂര്യന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകളാണ്. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ വളരെ ദുരൂഹമെന്ന് പറയട്ടെ, അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അനുബന്ധ റിപ്പോർട്ടിലുമുള്ള പല കാര്യങ്ങളും അന്നത്തെ അന്വേഷണ സംഘം പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇതിലെ കൊലപാതക സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് വളരെ വ്യക്തമായി പോലീസ് പറയുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം തന്നെ പുറത്തുവിട്ട സുഹൃത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ അവർ പറയുന്നു, അകത്തുനിന്ന് വാതിലടച്ച് താഴിട്ടിരുന്നു എന്ന് പറയുന്ന വാദം തികച്ചും ശരിയല്ല, അത് ഉറപ്പില്ല എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതിൽ ഇന്ന് തുടങ്ങും എന്ന് കരുതാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് മലയോരത്ത് ആകെ ആശങ്ക വിടർത്തിയ ഈ ബഫർ സോണും അതിന്റെ ഭൂപടവും ഒരിക്കൽ പ്രസിദ്ധീകരിക്കുകയും പിന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഉപഗ്രഹ സർവേയിലൂടെ പ്രസിദ്ധീകരിച്ച ഭൂപടം പൂർണ്ണമല്ല എന്ന് പറയുന്നു. ഈ ജനവാസ കേന്ദ്രങ്ങൾ, മറ്റു കെട്ടിടങ്ങൾ അടക്കമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അടക്കമുള്ളവ ആ പറയുന്ന മാപ്പിൽ ഇടം പിടിച്ചില്ല എന്ന് പറയുന്നു. അവിടേക്ക് VD സതീശൻ എത്തുകയാണ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാവും. പിന്നെ ഇനിയുമുണ്ട് കുർബാന വിഷയത്തിൽ ഇന്ന് സിനഡ് ചേരുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേക വാർത്ത. ഒപ്പം ഈ മിഷണറി ആയിരുന്ന ഫാദർ LM സൂക്കോളിനെ ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ് ഇന്നാണ് കണ്ണൂരിൽ. ഒപ്പം നമുക്ക് ശബരിമല വിശേഷങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട്ടെ നമ്മുടെ കലോത്സവ വിശേഷങ്ങളാണ്. കലോത്സവം നാളത്തോടെ അവസാനിക്കണം. അപ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് കുട്ടികൾ തമ്മിൽ, മത്സരാർത്ഥികൾ തമ്മിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകളൊന്ന് കണ്ടുവരാം. പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരത്ത് മലയോര മേഖല മുതൽ അങ്ങ് കണ്ണൂർ കാസർഗോഡ് വരെ ഒരു മേഖലയാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ബഫർ സോൺ സംബന്ധിച്ച വിഷയം. ഒരു ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശത്തിന് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നു. അവിടെയും യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നു. സുപ്രീം കോടതി ഉടൻ തന്നെ ഇത് പരിഗണിക്കാനിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി നടന്ന സർവേയും പ്രസിദ്ധീകരിച്ച ഭൂപടവും വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമരം അല്ലെങ്കിൽ പ്രതിഷേധം തണുപ്പിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി ഇത് മുതലെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനവും വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇന്നെന്തായാലും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എത്തുകയാണ്. പമ്പാവാലിയിൽ ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ ആശങ്ക അകറ്റാൻ ഇതുവരെ നൽകിയ ഉറപ്പുകളും എടുത്ത നടപടികളും പ്രാപ്തമായിട്ടുണ്ടോ? അത് മതിയാകുമോ? ഇന്ന് അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുകയാണ്. ശ്രീജിത്ത്, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ, വിവരങ്ങൾ, ആശങ്കകൾ?
ശ്രീജിത്തിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഈ നയനയുടെ മരണം സംബന്ധിച്ച ദുരൂഹതയിലേക്ക് പോയി വരാം. നയന സൂര്യൻ, യുവ സംവിധായിക, പ്രശസ്ത സംവിധായകൻ അന്തരിച്ച ലെനിൻ രാജേന്ദ്രന്റെ അസോസിയേറ്റ് കൂടി ആയിരുന്നു. നയന സൂര്യന്റെ മരണം ആത്മഹത്യ എന്ന് പോലീസ് അന്ന് എഴുതി തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച്, കുടുംബത്തിന്റെ പരാതി അനുസരിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും അനുബന്ധ റിപ്പോർട്ടുകളിലെയും പല സുപ്രധാന കാര്യങ്ങളും അന്നത്തെ അന്വേഷണ സംഘം പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം, നയന വലിയ സുഹൃത്ത് വലയത്തിനുടമയാണ് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ നയനയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, സാംസ്കാരിക സിനിമാ വേദികളിൽ എല്ലാ മേഖലയിലുമുള്ളവർ നയനയ്ക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വേദനിപ്പിച്ചൊരു മരണമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത സുഹൃത്തുക്കൾ, ഒട്ടനവധി തിയറികളും അതിന് പിന്നാലെ പുറത്തു വരുന്നു. ഡിപ്രഷനാണ്, അതാണ് ഇതാണ് നോക്കി. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 കേരളത്തിൽ തന്നെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ഒരു അഭിമുഖത്തിൽ നയനയുടെ സുഹൃത്ത് പറഞ്ഞത്, വാതിൽ അകത്തു നിന്ന് അടച്ച് കുറ്റിയിട്ടിരുന്നു അല്ലെങ്കിൽ താഴെയിട്ടിരുന്നു എന്നുള്ള വാദം പൂർണ്ണമായും ശരിയല്ല, അതിൽ ഉറപ്പില്ല. പോലീസും ഇന്ന് ഒരു കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ട്, കൊലപാതക സാധ്യത തള്ളിക്കളയുന്നില്ല. അപ്പൊ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയാണ്. വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, അന്വേഷണം ഇന്ന് ആരംഭിക്കുമോ? എന്താണ് ഈ കേസ് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ? ഇന്നലെയാണ് നയന സൂര്യന്റെ മരണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് തീരുമാനമായത്. പക്ഷേ ഒരു അന്വേഷണ സംഘത്തെ തീരുമാനിച്ചില്ല. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ അന്വേഷണത്തെ നയിക്കാൻ ഉണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, നേരത്തെ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു മരണമുണ്ടാകുമ്പോൾ അത് അസ്വാഭാവിക മരണമെന്ന് ആദ്യം റിപ്പോർട്ട് വരികയും പിന്നീട് എഴുതി തള്ളുകയും ചെയ്യുന്ന പതിവ് പോലീസ് രീതി ഇവിടെയും തുടർന്നിരുന്നു. അതുതന്നെയാണ് ഇത്ര വലിയൊരു വീഴ്ചയിലേക്ക് പോലീസിനെ കൊണ്ടുവന്നെത്തിച്ചത്. എന്തുകൊണ്ട് പ്രാഥമിക പരിശോധനകൾ പോലും ആ രീതിയിൽ നടത്തിയില്ല എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. മ്യൂസിയത്ത് ഈ കേസ് ആദ്യം അന്വേഷിച്ച കേസ് നടക്കുമ്പോൾ സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ നേരത്തെ ഒരു കേസിൽ സമാനമായി, നമുക്കറിയാം KM ബഷീർ എന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഷീറിന്റെ മരണം എന്ന് നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത്തരമൊരു ദുരൂഹ സംഭവം നടക്കുമ്പോൾ, സങ്കടകരമായ സംഭവം നടക്കുമ്പോൾ അന്ന് സ്റ്റേഷന് ചുമതലയുണ്ടായിരുന്ന ഇതേ സുനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ ആ ഘട്ടത്തിലെ വീഴ്ചകൾ വളരെ വിമർശനത്തിന് വിധേയമായതാണ്. അതിനെ തുടർന്ന് സുനിൽകുമാറിനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയ ചരിത്രവുമുണ്ട്. അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇവിടെയും കേസ് അന്വേഷിച്ചത് പ്രാഥമിക ഘട്ടത്തിൽ. അവിടെയാണ് അത്തരമൊരു വീഴ്ച ഉണ്ടായെന്ന് വീണ്ടും വെളിപ്പെടുന്നത്. വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി. എന്തുകൊണ്ട് ഇത്തരം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല? ആരെങ്കിലും പറഞ്ഞ ഒരു റിപ്പോർട്ട് മാത്രം വച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ആ വീഴ്ചകൾക്കൊരു പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ഈ കേസ് ആദ്യം ഇത്തരത്തിൽ വാർത്തകളായി പുറത്തു വരുമ്പോഴും പോലീസ് പ്രാഥമികമായി പറഞ്ഞത് ആത്മഹത്യയാകാനുള്ള സാധ്യത തന്നെയാണ്. ഒരു രോഗത്തിന്റെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന അസാധാരണ ഒരു അവസ്ഥ നയനയ്ക്കുണ്ടായിരുന്നുവെന്ന ഒരു തിയറിയൊക്കെ പോലീസ് ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും കാര്യങ്ങൾ മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇന്നലെ KG ദിനിൽ DYSP സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ അത്തരത്തിൽ ഇത് കൊലപാതകമാകാമെന്ന സൂചനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ADGP MR അജിത് കുമാറുമായി ക്രമസമാധാന ചുമതല ADGPയുമായി ചർച്ച നടത്തി. അതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയത്. വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകും. ഈ പരാതിക്കാരെ നേരത്തെ നയനയുടെ ഈ മരണം അസ്വാഭാവികമെന്ന് നേരത്തെ തന്നെ സംശയം ഉന്നയിച്ച നയനയുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ മൊഴിയെടുക്കും. ഈ ഫ്ളാറ്റിൽ അയൽവാസികളുണ്ട്, അവരുടെ മൊഴിയെടുക്കും. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണ സംഘത്തെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും. പ്രദീപ്, ശരി അരുൺ, വളരെ വിചിത്രം അല്ലെ? നമ്മൾ രണ്ട് സംഗതികൾ ഇവിടെ. ഒന്ന്, പോലീസിലും പത്രപ്രവർത്തനത്തിലും മാധ്യമപ്രവർത്തനത്തിലും എല്ലാം സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ചില പ്രത്യേകതരം കേസുകൾ അന്വേഷിക്കാൻ പേര് കേട്ടവർ. അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാനും സ്പെഷ്യലൈസ് ചെയ്ത് അട്ടിമറിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചില സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട് എന്നുള്ള സൂചനയാണ് അരുണിന്റെ റിപ്പോർട്ടിൽ നൽകുന്നത്. അതുപോലെ ഈ സ്വന്തമായി കഴുത്ത് ഞെരിച്ചു വിചിത്രം, അതെ, വളരെ വിചിത്രമാണ് അത്. അങ്ങനെയെങ്കിൽ ആ തിരക്കഥ ആരുടേത്? തിരക്കഥ അതാ ഞാൻ പറഞ്ഞു വന്ന്. ഈ ചില ക്രൈം സിനിമകളിൽ ആദ്യം വഴിതെറ്റിക്കാനായി ചില വിചിത്രമായ വാദങ്ങൾ, അതല്ലെങ്കിൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ട് പിന്നെ കണ്ടെത്തുന്ന ചില സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ചില വിചിത്രമായ വാദങ്ങൾ, മറ്റേ അടിവസ്ത്രത്തിന്റെ വള്ളിയിൽ കെട്ടി ആത്മഹത്യ ചെയ്തു പോലെയുള്ള, സ്വയം പീഡിപ്പിച്ച് രസം കണ്ടെത്തുന്ന രോഗത്തിന് അടിമയാണ്, ഡിപ്രഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ അന്നത്തെ സുഹൃത്തുക്കളുടെ വാദം
അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ ആത്മഹത്യയായി സീൽ ചെയ്ത കേസാണ്. വളരെ ദുരൂഹമാണ്. കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിൽ ആര്, അതിന്റെ കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളിലേക്കും അന്വേഷണം കടക്കും. കുറഞ്ഞപക്ഷം വസ്തുത, സത്യം, യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വരും എന്നെങ്കിലും നമുക്ക് അത് പ്രതീക്ഷിക്കാം. വരുന്നത് വരെ ഞങ്ങൾ മാധ്യമങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകും എന്നുള്ള തീർച്ചയായിട്ടും കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരു ഉറപ്പും കൂടി ഈ ഒരു പ്രഭാതത്തിൽ നൽകുകയാണ്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ശ്രീജിത്ത് തയ്യാറായിട്ടുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചതാണ്. ബഫർ സോൺ വിഷയത്തിൽ ഈ മലയോര മേഖലയുടെ ആശങ്ക ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുകയാണ്. വി.ഡി. സതീശൻ പമ്പാവാലി സന്ദർശനത്തിനായി. എന്താണ് മലയോര മേഖലയുടെ ആശങ്കകൾ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ശ്രീജിത്ത്. പ്രദീപ്, സംസ്ഥാനത്തൊട്ടാകെ മലയോര മേഖലയിൽ ബഫർ സോൺ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഈ മേഖലയിലും പമ്പാവാലി, ഏഞ്ചൽ വാലി മേഖലയിലും അത് തന്നെ അവിടെയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഈ മേഖലയ്ക്കുണ്ട് എന്നുകൂടിയുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അവിടെ താമസിക്കുന്നവരാണ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ അവിടെ താമസിക്കുന്നവരാണ്, ഏതാണ്ട് 70 വർഷത്തോളമായി താമസിക്കുന്നവരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് അവർക്ക് പട്ടയം നൽകുന്നത്. പക്ഷെ ആ പട്ടയം വിവാദമാകുകയും, അതായത് ഈ പട്ടയം വനഭൂമിയിലാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കേസുകളൊക്കെ ഉണ്ടാകുകയും ഫലത്തിൽ അവർക്ക് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ അവർക്ക് പട്ടയം നൽകണം, കൃത്യമായ പട്ടയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും അവർക്ക് ഈ പട്ടയത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നിൽക്കുന്നു. അതായത് ഈ മേഖല ഇപ്പോഴും വനഭൂമിയിലാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ മാപ്പിൽ പറയുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ബഫർ സോണും അല്ല, വനഭൂമി. അത് മാറ്റാം എന്ന് സർക്കാരുകളടക്കം പലപ്പോഴും പറയാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ബഫർ സോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധം വലിയ തോതിൽ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് എത്തുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ കാഞ്ഞിരപ്പള്ളിയിൽ മന്ത്രി ബിഷപ്പിനെയൊക്കെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെല്ലാം ഒരു തമാശയാണ് എന്നാണ് ശശീന്ദ്രൻ പറഞ്ഞത്. അതിനുള്ള മറുപടി സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ തീവ്രമായ ഒരു വിഷയമാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. ആ പ്രശ്നങ്ങൾ പൊതുജനത്തിന്റെ മുന്നിലേക്ക് ഒന്നുകൂടി എത്തിക്കാൻ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്നെത്തുകയാണ്. പ്രദീപ്. ശരി, എന്തായാലും ബഫർ സോൺ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ബഫർ സോൺ വിഷയം നമ്മൾ ഈ പുറത്തു നിൽക്കുന്നവർക്ക് അത്രയധികം അറിയില്ലെങ്കിലും അത് തങ്ങൾ ബഫർ സോണിലേക്ക് വരികയാണ് എന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ടല്ലോ. തങ്ങളുടെ ഭൂമി ക്രയവിക്രയം നടത്താൻ സാധിക്കില്ല, അവർക്കൊന്നും അതിൽ സാധിക്കില്ല. സ്വന്തം ഭൂമിയാണെന്ന് പറയുന്നത് ഒഴിച്ചാൽ വേറെ ഒരു കാര്യങ്ങളും അവിടെ സാധിക്കില്ല എന്ന് പറയുന്നത് വലിയൊരു വിഷമം തന്നെയാണ്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു ആശങ്കയുണ്ട്. പക്ഷെ അതിൽ നല്ലൊരു ശതമാനം കമേഴ്ഷ്യൽ ആയിരുന്നു ആ ആശങ്ക. അതായത് ഈ വൻതോതിലുള്ള ക്വാറിയിങ്, അത് വൻ രീതിയിൽ മലമുകളിലുള്ള നിർമ്മാണം ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള സംഗതി, അതിന് പിന്നിൽ പ്രതിഷേധത്തിന് പിന്നിൽ 1% വ്യാപാര വ്യവസായ താല്പര്യങ്ങളുള്ള. പക്ഷെ ഇതല്ല. ഞാൻ താമസിക്കുന്ന വീട്, സാധാരണ ജനങ്ങൾ തലമുറ കൈമാറി എനിക്ക് കിട്ടിയ ഭൂമി. അത് മാത്രമല്ല, തലമുറ കൈമാറി കിട്ടിയവരുണ്ട്. ഒപ്പം നമ്മുടെ പൊതുവേദിയിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ജനങ്ങളുടെ ഒരു പറച്ചിൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അവര് അവിടെ ഉള്ളവരായിരിക്കില്ല, ചിലപ്പോ വാങ്ങി ജീവിക്കുന്നവരായിരിക്കും, കുടിയേറിയവരായിരിക്കാം. അവസ്ഥ വളരെ വലുതാണ്. റോഡ് വികസനത്തിനൊക്കെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലെ പോലെ അല്ല ഇത്. അതിന് അവർക്ക് പകരം ഭൂമി നൽകുന്നു, കൃത്യമായ കോമ്പൻസേഷൻ നൽകുന്നു. ഇത് അവിടെ താമസിക്കുകയും ചെയ്യുന്നു. ആ ഭൂമിയിൽ അവകാശമില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും അതിന്റെ തുടർ വിവരങ്ങൾ ശ്രീജിത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബഫർ സോണിനെതിരെയല്ല നമ്മൾ, പക്ഷെ അതിലുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും ഈ പ്രകൃതി സംരക്ഷിക്കുക അല്ലെ ഇക്കോളജിക്കൽ സംരക്ഷണത്തിനൊന്നും എതിരല്ല. പക്ഷെ അതിനൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട്, അവരുടെ ആശങ്ക അകറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രതിപക്ഷ നേതാവ് എത്തിയും ജനങ്ങളുടെ ആശങ്ക കുറെയൊക്കെ അകറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഡാനി പോൾ ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഡാനി തരുന്നത് സിനഡ് വിവരങ്ങളാണ്. ഇന്ന് നമ്മുടെ സിറോ മലബാർ സഭയുടെ സിനഡ് ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്മസ് തലേന്ന് നടന്ന ആ ഒരു പള്ളിയിലെ അടി, അല്ലെ, സംഘർഷം, അത് പാതിരാ കുർബാന പോലും ഒഴിവാക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അതെ, അതും അവർ അത്രയും ആഘോഷമാക്കുന്ന അന്ന് തലേ ദിവസം തന്നെ ഈ വലിയ ആഘോഷങ്ങൾ നടക്കേണ്ട പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയും അതേ തുടർന്ന് അത് പള്ളി അടച്ചിടാത്തത് ശരിക്കും അന്ന് ക്രിസ്മസ് ആയതുകൊണ്ടാണ് എന്ന് പോലീസ് പറയുകയും ചെയ്തു. നമ്മളത് കണ്ടതാണ്. അപ്പൊ ആ ജനാഭിമുഖ കുർബാന വേണമോ അൾത്താരാഭിമുഖമായി കുർബാന അർപ്പിക്കണോ എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനം. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം, അതാണ് അവരുടെ വിഷയം.
അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പിന്നെ കാര്യങ്ങളുണ്ടാവാം, കാരണങ്ങളുണ്ടാവാം, വിശ്വാസമുണ്ടാവാം. വത്തിക്കാനിൽ നിന്നുള്ള ഒരു നിർദ്ദേശത്തെ വലിയൊരു വിഭാഗം വൈദികർ, വിശ്വാസികൾ മാത്രമല്ല വൈദികർ അടക്കമുള്ളവർ എതിർക്കുകയും അത് രണ്ട് സഭകൾ തമ്മിലുള്ള തർക്കത്തെക്കാൾ രൂക്ഷമായ തർക്കവും വൈദികരെ അടക്കം കയ്യേറ്റം ചെയ്യുകയും ചെയ്തൊരു കാഴ്ചയിലേക്കൊക്കെ നമ്മൾ പോയി. ഡാനി ചേരുന്നു. ഡാനി, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നിപ്പോ ഈ സിനഡ് ചേരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രതീക്ഷിക്കേണ്ടത്? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമോ? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് സിനഡ് ഇന്ന് ചേരുന്നു എന്നത്. സിനഡ് 14 വരെ, ഈ മാസം 14 വരെയാണ് സിനഡ് സമ്മേളിക്കുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് സിറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡ് ചേരുന്നു എന്നതാണ്. അതായത് ഇതിൽ മുഴുവൻ പൂർണ്ണ സിനഡ് എന്ന് പറയുന്ന രീതിയിൽ മുഴുവൻ 56ഓളം ബിഷപ്പുമാർ വിവിധ രൂപതകളിൽ, അതിരൂപതകളിൽ നിന്നായിട്ട് സമ്പൂർണ്ണ സിനഡാണ്, പൂർണ്ണ സിനഡാണ് ചേരുന്നത്. സാധാരണ അടിയന്തര ഘട്ടങ്ങളിൽ ചേരുന്ന സിനഡ് സാഹചര്യമല്ല, സമ്പൂർണ്ണ സിനഡാണ്. ഇതിലാണ് കൂടുതലായിട്ട് തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതിൽ ഇന്ന് ചേരുന്നു എന്നത് സാങ്കേതികമാണ്. 3 ദിവസം, ആദ്യത്തെ 3 ദിവസം പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് നീക്കിവെക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വരേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച അനൗപചാരികമായ ചർച്ചകളൊക്കെ നടക്കുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഔദ്യോഗിക തലത്തിലേക്ക് ചർച്ചകളുടെ ഒരു ഫോർമാറ്റിലേക്ക് ഇത് പോകുന്നുവെന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതിൽ ഉള്ള ഒരു പ്രധാന വിഷയം ഈ ജനാഭിമുഖ കുർബാനയോ അൾത്താരാഭിമുഖ കുർബാനയോ എന്നത് സംബന്ധിച്ച് എറണാകുളം അങ്കമാലിയിൽ രൂപതയിൽ നടക്കുന്ന തർക്കത്തെക്കുറിച്ചാണ്. നാളിതുവരെയും അതിനൊരു പരിഹാരം കാണാനായിട്ടില്ല എന്ന് മാത്രമല്ല, അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്നു. അത് ഏറ്റവും ഗുരുതരമെന്ന് പറയുന്നത് പള്ളിക്കകത്ത്, അതും സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയം എന്ന പദവിയുള്ള ബസലിക്ക, എറണാകുളം സെന്റ് മേരീസ് ബസലിക്കകത്ത്, അതും ക്രിസ്തുമസ് തലേന്ന് അടക്കം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമാകുന്ന രീതിയിൽ അതിനകത്ത് പോലീസ് കയറുക, വൈദികരും വിശ്വാസികളും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുക, അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആർച്ച് ബിഷപ്പിനകത്തേക്ക് കയറ്റാതിരിക്കുക തുടങ്ങി നാളിതുവരെയും ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അടക്കം കണ്ട പരിചിതമല്ലാത്ത കാഴ്ചകളിലൂടെയൊക്കെയാണ് കടന്നുപോയത്. അപ്പോൾ അത് വളരെ സങ്കീർണമായൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആർച്ച് ബിഷപ്പ് നിയോഗിച്ച കമ്മിറ്റി അതിനോട് സഹകരിക്കില്ല എന്ന് തന്നെ വൈദികർ തീർത്തു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള വത്തിക്കാൻ ഉത്തരവടക്കം നിരാകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇനി എന്ത് എന്നത് വളരെ വലിയൊരു ചോദ്യവും അതീവ സങ്കീർണവും ഗൗരവതരവുമാണ് സഭയ്ക്ക് മുന്നിലുള്ളത്. അത് ഈ സിനഡിൽ ചർച്ച ചെയ്യുന്നു എന്നതാണ്. നേരത്തെ ഒന്നും കാര്യമായ ചർച്ചകൾ വന്നിരുന്നില്ല. ഇപ്പോൾ ബിഷപ്പുമാരടക്കം ഇത് ചർച്ച വേണമെന്നൊരു ആവശ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു, അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നൊരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ചർച്ചകൾ സംബന്ധിച്ച് വളരെ ഗഹനമായ രീതിയിൽ തന്നെ ഈ സിനഡിൽ ഉണ്ടാകും. ഇതിൽ തീരുമാനത്തിലെത്തുമോ, അതൊരു അമിക്കബിളായി, ഇത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് സംബന്ധിച്ച കാര്യമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും സെന്റ് മേരീസ് ബസിലിക്ക അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അത് വിശ്വാസികൾക്ക് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ക്രിസ്തുമസ് ദിനം പോലും അവിടെ കുർബാന ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ സിനഡിൽ ഇക്കുറി, ഈ സമ്പൂർണ്ണ സിനഡിൽ ഇക്കുറി അത് പൂർണ്ണമായ ചർച്ചകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. വളരെ വ്യക്തമായി അല്ലെ, ഇത് മറ്റുള്ളവർക്ക്, സഭയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തുള്ളവർക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ വെറുതെ പെട്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കളയാവുന്ന ഒരു സംഗതി അല്ല. വളരെ സങ്കീർണമാണ്. ഡാനി പറഞ്ഞതുപോലെ ഇപ്പോഴാണ് ചർച്ചയ്ക്ക് പോലും തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കീർണത ഉള്ളതും. എന്തായാലും ഇന്നത്തെ ചർച്ച നല്ലതാകട്ടെ, അതായത് പോസിറ്റീവായിട്ട് മാറട്ടെ. കൂടുതൽ ആളുകൾക്ക് ഇവരിപ്പം ജനാഭിമുഖ കുർബാനയാണെങ്കിലും അൾത്താരാഭിമുഖ കുർബാനയാണെങ്കിലും ഈ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സഭാകാര്യങ്ങളിലും പള്ളി കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ മധ്യസ്ഥനായ ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇനി കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ ഇന്ന് ഫാദർ സൂക്കോളിനെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുണ്ട്. മനു ഭരത്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഫാദർ സൂക്കോളിന്റെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ആ ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. എന്നൊരു നല്ല ദിവസം തുടങ്ങിയിരിക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ അഭിമാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു ദിവസം കൂടിയാണ്. കാരണം ഈ ഫാദർ സുക്കോൾ
ഇവിടെ അത്രമാത്രം സ്നേഹിക്കപ്പെടുകയും അതുപോലെ ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്നു. 9 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഫാദർ സുക്കോളിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇറ്റലിയിലാണ് ജനിച്ചത്. അവിടെ ഒരു സർണോണിക്കോ എന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. പിന്നീട് 916 അദ്ദേഹം അവിടെ ജനിച്ചത്. പിന്നീട് അദ്ദേഹം ത്രൊന്തോ രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ചു. പിന്നീടാണ് 48 അദ്ദേഹം ബോംബെയിലെത്തുകയും വയനാട്ടിലെത്തുകയും ഒക്കെ ചെയ്തത്. 54 അദ്ദേഹം കണ്ണൂരിലെത്തി. മരിയപുരം ദേവാലയത്തിൽ അദ്ദേഹം 74 പിന്നെ അവിടെ 40 വർഷം മരിയപുരം ദേവാലയത്തിൽ മാത്രം അദ്ദേഹം അവിടെ പാരിഷ് പ്രീസ്റ്റായിരുന്നു, പള്ളി വികാരിയായിരുന്നു. അത്രമാത്രം ജനങ്ങളുമായി അടുത്ത് ഇടപഴകിയ ഒരാൾ. 98-ാം വയസ്സിൽ അദ്ദേഹം ദിവംഗതനാകുന്നതുവരെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സേവന സന്നദ്ധനായി പ്രവർത്തിച്ചു. 7000-ലധികം മനുഷ്യർക്ക് വീട് വെച്ച് നൽകി. അതുപോലെ നിരവധി പേർക്ക് കിണർ ഒക്കെ നൽകി. വീടിൽ അദ്ദേഹം ഒരു വലിയ പ്രാധാന്യം കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആളുകൾ സ്വന്തമായൊരു വീട് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റെന്തില്ലെങ്കിലും വീടുണ്ടെങ്കിൽ ഒരു സുരക്ഷിത ബോധമുണ്ടാകും. അതുകൊണ്ട് കുറച്ചൊരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ ആളുകൾക്ക് അദ്ദേഹം സഹായം നൽകി. അതിൻ്റെ 7500 ആളുകൾക്ക് വീട് വെച്ച് നൽകുമ്പോഴും അദ്ദേഹം വളരെ ദരിദ്ര വ്രതം എടുത്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ചെറിയൊരു വീട്ടിൽ ഒരു ഫാന് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു കട്ടിലിൽ അദ്ദേഹം ജീവിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച ആളുകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അദ്ദേഹം ഒരു പൈസ ചെലവാക്കുമ്പോഴും ഇത് പാവപ്പെട്ടവൻ്റെ ഒരു പൈസയാണ് താൻ ചെലവാക്കുന്നതെന്ന കുറ്റബോധത്തോടു കൂടിയാണ് അദ്ദേഹം ചെലവാക്കുക. ചെരുപ്പൊക്കെ തുന്നി ഉപയോഗിക്കുക, കുടയൊക്കെ കേടുവന്നാലും പിന്നെയും തുന്നി ഉപയോഗിക്കുക. അപ്പോൾ വിദേശത്തുനിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഈ സേവനങ്ങൾ കണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാൻ വരുമ്പോഴും അതെല്ലാം അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കണം എന്ന വളരെ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. സാധാരണ 75 കഴിഞ്ഞാൽ ആളുകൾ ഒരു റിട്ടയർമെന്റിനെ കുറിച്ച് പൗരോഹിത്യത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് സാധാരണയായി. പക്ഷേ 98-ാം വയസ്സിൽ സ്വന്തം ടൈപ്പ് റൈറ്ററിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അദ്ദേഹം അവിടെ പുരോഹിതനായിട്ട് പാരിഷ് പ്രീസ്റ്റായി ആളുകൾക്കിടയിൽ ജീവിച്ചു. അപ്പോൾ അത്തരം ഒരു ജനങ്ങളെ അത്രമാത്രം തിരിച്ച് സ്നേഹിച്ചൊരു പുരോഹിതനെയാണ് ദൈവദാസനായി ഉയർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം അംഗീകാരം കിട്ടുന്നു എന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനത്തിൻ്റെയും ഒരു അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നൊക്കെയുള്ള പുരോഹിതർ ഇവിടെ ഈ ചടങ്ങുകൾക്ക് ഇന്ന് എത്തുന്നുണ്ട്, ഇറ്റലിയിൽ നിന്നൊക്കെ. അതോടൊപ്പം ദിവ്യബലിയുണ്ട്. പിന്നീട് ഈ സർവൻ്റ് ഓഫ് ഗോഡ് എന്ന ഡിക്ലറേഷൻ വായിക്കും. അതിനുശേഷം സ്നേഹവിരുന്നും ഒക്കെയായി ഇന്ന് ഈ ചടങ്ങ് നടക്കും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങുകൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത്തരം ചടങ്ങുകളാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നത്. അതായത് മൈക്കിന് മുന്നിൽ നിന്നുള്ള പ്രസംഗം അല്ല, ജീവിതം കൊണ്ടത് കാണിക്കുന്നു. അത് 60 വയസ്സിന് ശേഷം ഒരു മുഴുവൻ സർക്കാർ സർവീസിന്റെ അത്രയും കാലം കൂടി 5 പൈസ പ്രതിഫലം ഇല്ലാതെ ജനസേവനം നൽകും. ഇത്തരം ചടങ്ങുകൾ വരുമ്പോഴാണ് പലരെയും നമുക്ക് അറിയാനും തിരിച്ചറിയാനും പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയും ചിലർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ആരാലാണ് സ്വാധീനിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പലർക്കും അത് അല്ലെങ്കിൽ അവരാൽ സ്വാധീനിക്കപ്പെടും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നിങ്ങളിലേക്ക് എത്തും. ഇപ്പൊ ചെറിയൊരു ഇടവേളയിലേക്ക് പോകാം. ഇന്ന് തിരുവാതിരയാണ്. ധനുമാസത്തിൽ നമുക്ക് തിരുവാതിരയും കൂടി കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രഭാതം തുടങ്ങാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോകാനായിട്ടുള്ള തിരക്കിലായിരിക്കും. കുറെ പേര് അടുക്കളയിൽ ജോലിയിലായിരിക്കും, കുറച്ചുപേര് പത്രമൊക്കെ വായിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. നേരത്തെ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത സ്ത്രീകളുടെ ദിവസം എന്നാണ് പറയാറ്. അപ്പൊ തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്. നല്ല ഭംഗിയായി തലേന്ന് വരെ എടുത്തിട്ട് ഉടുത്താലും ചീത്ത പറഞ്ഞാലും ഈ സമയമാകുമ്പോഴത്തേക്ക് വ്രതമൊക്കെ നോറ്റ്. അതെ, അങ്ങനെയൊന്നും കളിയാക്കണ്ടെങ്കിലും തിരുവാതിര എന്ന് പറയുമ്പോൾ ഭംഗിയായി തലമുടിയൊക്കെ മുകളിലേക്ക് കെട്ടി ചുറ്റും വട്ടത്തിന് പൂവൊക്കെ വെച്ച് നടുക്ക് വിളക്കൊക്കെ വെച്ച് തിരുവാതിര ആ ഒരു മുഖമല്ലേ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അപ്പം
അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ തിരുവാതിര വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് കണ്ട ശേഷം മടങ്ങി. ആചാരപ്രകാരം പരമശിവന്റെ പിറന്നാൾ ദിനമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നാൾ സ്ത്രീകളുടെ ഉത്സവ നാളാണ്. അശ്വതി നാൾ മുതൽ തിരുവാതിര ചടങ്ങുകൾ ആരംഭിക്കും. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് തിരുവാതിര നാളിനെ വരവേൽക്കുന്നത്. അഞ്ചു തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ വായ്ക്കുരവയോടെയാണ് കളി ആരംഭിക്കുന്നത്. നിലവിളക്കിന് മുന്നിൽ ദശപുഷ്പം ചൂടി വ്രതശുദ്ധിയോടെ പാട്ടിനൊപ്പം അവർ ചുവടുകൾ വച്ചു. ആദ്യം ഗണപതി ചുവട്, പിന്നെ സരസ്വതി വന്ദനം, ശിവസ്തുതി, കുമ്മി എന്നിങ്ങനെ പാട്ടുകൾ. ഭദ്രമതികൾ ഭർത്താവിന്റെ ആയുസ്സിനായും കന്യകമാർ നല്ല ഭർത്താവിനെയും ലഭിക്കാനുമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. പണ്ട് 10 ദിവസത്തെ തിരുവാതിരക്കളി പതിവായിരുന്നു. ദിവസങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞെങ്കിലും ആചാരങ്ങൾക്കും ആർഭാടത്തിനും കുറവുണ്ടായില്ല. മലയാളി സ്ത്രീകൾ ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത്. സ്ത്രീകൾ വ്രതം നോക്കിയും ഒക്കെയാണ് തിരുവാതിര ചെയ്യുന്നത്. 5 വർഷമായി മുടങ്ങാതെ വ്രതം നോറ്റ് ധനുമാസ രാവിന് ആതിര ചന്തമൊരുക്കി സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്. സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക് കഴിഞ്ഞ 21 വർഷമായിട്ട് നല്ല രീതിയിൽ നടന്ന് പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ സംഗീതം, നൃത്തം, ഡ്രോയിങ്, വീണ, വയലിൻ, മൃദംഗം എല്ലാ ഉപകരണങ്ങളും അഭ്യസിപ്പിക്കുന്നുണ്ട്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും ഇന്നും ധനുമാസത്തിലെ തിരുവാതിരക്കളി പ്രധാന ഘടകമായി തന്നെ നിലനിൽക്കുന്നു. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. അപ്പോ ഈ വ്രതം നോച്ച എല്ലാ വനിതകളുടെയും ഭർത്താക്കന്മാർക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ, യുവതികൾക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളം തുടരുകയാണ്. ഇനിയൊരു ചെറിയ വിവാദത്തിനും അതിനുശേഷമുണ്ടായ ചെറിയൊരു മഞ്ഞുരുകലിന് ശേഷം ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ വിവാദത്തിന് ശേഷം മന്ത്രി VN വാസവനും നമ്മുടെ നടൻ ഇന്ദ്രൻസും ഒരിക്കൽ കൂടി ഒരുമിച്ചെത്തി ഒരേ വേദിയിൽ കോട്ടയം പാമ്പാടിയിലെ ഒരു സ്വകാര്യ സ്കൂളിന്റെ വാർഷിക ചടങ്ങായിരുന്നു വേദി. ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ, ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തുന്നവർ ഓർക്കണം, ഇന്ദ്രൻസിന്റെ ഒക്കെ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഷെയ്മിംഗ് നടക്കുന്നവരൊക്കെ ഇനി എത്ര ജന്മം ജനിക്കണമെന്ന്. എന്തായാലും നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടുവരാം, ആ ഒത്തുചേരലിന്റെ. നിയമസഭയിലെ പ്രസംഗത്തിനിടെയാണ് നടൻ ഇന്ദ്രൻസിനെ മന്ത്രി VN വാസവൻ ബോഡി ഷെയ്മിംഗ് നടത്തിയെന്ന ആരോപണം വിവാദമായത്. ഇതിനു പിന്നാലെ ആദ്യമായാണ് ഇരുവരും വേദി പങ്കിടുന്നത്. വേദിയിൽ ആദ്യം പ്രസംഗിച്ച മന്ത്രി ഇന്ദ്രൻസിനെ കുറിച്ച് വാചാലനായി. ഏത് കഥാപാത്രം തന്നെ കിട്ടിയാലും അത് നർമ്മം കലർന്ന രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, അതല്ല സീരിയസ് റോളാണ് അങ്ങനെ, കലാകേരളത്തിന് തന്റേതായ സംഭാവന നൽകി സ്വതസിദ്ധമായ ശൈലിയിൽ കൂടി ഏറ്റവും മികച്ച സംഭാവന നൽകിയ അനുഗ്രഹീതനായ ഈ കലാകാരൻ നാളുകളിൽ ഈ കേരളത്തിന്റെ ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വരട്ടെ കലാകേരളത്തിൽ എന്ന് ആശംസിക്കുന്നു. തൊട്ടുപിന്നാലെ സദസ്സിനെ അഭിസംബോധന ചെയ്ത നടൻ പ്രസംഗത്തിനൊടുവിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മന്ത്രിയോട് ഒരു പിണക്കവുമില്ലെന്ന് സ്വതസിദ്ധമായ മറുപടി. മന്ത്രിയുടെ അടുത്ത് എനിക്കൊരു പിണക്കവുമില്ല, അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടതുണ്ട്. ഞങ്ങൾ കുറച്ച് മുമ്പേ ജനിച്ചവരായതുകൊണ്ട്
പുതിയ തലമുറ സൂക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നും അടയാളപ്പെടുത്തിയിരുന്നതും പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം. പരിപാടി അവസാനിപ്പിച്ച് വേദി വിടാനൊരുങ്ങുമ്പോഴും ഒരിക്കൽ കൂടി സ്നേഹം പങ്കുവച്ചാണ് ഇരുവരും മടങ്ങിയത്. അമിതാഭ് ബച്ചനെ പോലെ തലപ്പൊക്കമുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ദ്രൻസിനെ പോലെ മെലിഞ്ഞെന്നായിരുന്നു നിയമസഭയിൽ മന്ത്രിയുടെ പരാമർശം. ന്യൂസ് 18 കോട്ടയം. എന്തായാലും ആ വാക്കുകളല്ലേ, മന്ത്രിയോട് എനിക്ക് പിണക്കമൊന്നും ഇല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു എളിമ, അതെപ്പോഴും അദ്ദേഹത്തിന്റെ ഏത് വേദിയിലായാലും ഏത് സെറ്റിലായാലും അല്ലെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അതൊരു ജാടയല്ല, അതൊരു ഷോ അല്ല. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. എന്തായാലും ആ വിവാദം അവിടെ അവസാനിക്കട്ടെ, നമുക്ക് അതിന്റെ പിറകെ പോകണ്ട. അപ്പൊ ഇനി എന്താണ് പ്രഭാത കേരളത്തിൽ? പ്രഭാത കേരളത്തിൽ ഇനി നമ്മൾ കലോത്സവ നഗരിയിലേക്ക് പോവാണ്. അപ്പൊ ഇപ്പൊ ഇത് കാണാം, ഞങ്ങള് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിന് ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാല് കെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഇതിലെങ്ങനെ കയറിയിരിക്കും എന്നുള്ളതാണ്. ആരോ ഒരു നല്ല ഭംഗിക്ക് വേണ്ടി ഇവിടെ ഉള്ളവർ തന്നെ കെട്ടുകയാണ്. ഒരുപാട് പേരോട് വ്യായാമം ചെയ്യുന്നവരുണ്ട്, രാവിലെ മീൻ ചൂണ്ടയിടുന്നവരുണ്ട്, അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യം, ഇവിടെ വളരെ മലിനമായി കിടക്കുകയാണ്. ഈ പ്രകൃതി സംരക്ഷിക്കുമെന്നൊക്കെ ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് കലോത്സവ നഗരിയിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടർ സുവി വിശ്വനാഥൻ സ്ക്വയറിൽ നിന്ന് കോഴിക്കോട്. അതെ, സുവി ചേച്ചി, അയ്യോ ചേച്ചി എന്ന് വിളിക്കാം. എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ന്യൂസ് ഡെസ്കിൽ അല്ലെങ്കിൽ ബ്യൂറോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും ഓണെയറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഈ വിളികളൊക്കെ ഒഴിവാക്കണം. സുവി, പ്രദീപ് എന്നൊക്കെ വിളിക്കണമെന്ന് പറയുമെങ്കിൽ നമ്മൾ അറിയാതെ അങ്ങ് വിളിച്ചു പോകുന്നതാണ്. അപ്പൊ സുവി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? നാളെയും കൂടിയാണ് കലോത്സവം ഉള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മത്സര ഇനങ്ങളായിരിക്കും ഇന്നും നാളെയും ഒക്കെ ഉണ്ടാവുക. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കലോത്സവ വിശേഷങ്ങളുമായി ചേരുകയാണ്. അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ കലോത്സവ നഗരി ആകെ ആവേശ കൊടുമുടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4ാം ദിവസമാണ്. ഏതായാലും നിരവധി വാർത്തകളുണ്ട്, അതിഥികളുണ്ട്, വിശേഷങ്ങളുണ്ട്. അവയിലേക്ക് പോകാം. കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കലോത്സവത്തിന്റെ ഊർജം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. ഇന്ന് 4ാം ദിവസമാണ്. ആവേശ കൊടുമുടിയിലാണ് കോഴിക്കോട് നഗരി എല്ലാം തന്നെ. ഒപ്പം തന്നെ ഇന്ന് പ്രേക്ഷകർക്ക്, ആസ്വാദകർക്ക് ഇഷ്ടപ്പെട്ട നിരവധി ഇനങ്ങളും സ്റ്റേജിലെത്തുന്നുണ്ട്. ഒപ്പം ജില്ലകൾ തമ്മിൽ ഉള്ള മത്സരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം, കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്ത്. 1ാം നാളിൽ തന്നെ, ആദ്യ ദിവസം തന്നെ മേധാവിത്വം പുലർത്തിയ കണ്ണൂർ ഇപ്പോഴും 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 678 പോയിന്റാണ് കണ്ണൂരിന് ഉള്ളത്. അതിന്റെ തൊട്ടുപുറകിൽ 2 ജില്ലകളാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. കോഴിക്കോടിന് വെല്ലുവിളിയായിക്കൊണ്ട് പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു കാര്യമാണ്. 663 പോയിന്റാണ് കോഴിക്കോടിനും പാലക്കാടിനുമുള്ളത്. അതിന് തൊട്ടുപുറകിലായി തൃശ്ശൂരുണ്ട്, അതിന് തൊട്ടുപുറകിൽ തിരുവനന്തപുരവുമുണ്ട്. ഏതായാലും ജില്ലകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഇന്നും നടക്കുക. 54 ഇനങ്ങളാണ് ഇന്ന് വിവിധ വേദികളിലായി അരങ്ങേറുക. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ്. തിരുവാതിര ദിവസം തന്നെ ഒരു കലോത്സവ വേദിയിൽ തിരുവാതിരക്കളി എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകതയുള്ളത്. തിരുവാതിരക്കളി പ്രധാന വേദിയിലുണ്ട്. ഒപ്പം ഭരതനാട്യമുണ്ട്, കേരള നടനമുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നിരവധി ഇനങ്ങളാണ് ഇന്ന് കലോത്സവ വേദിയിൽ എത്തുന്നത്. ഒപ്പം ഞങ്ങളും ഈ വിവരങ്ങളെല്ലാം നിങ്ങളോടായി പങ്കുവെക്കാൻ ഉണ്ടാകും. ഒപ്പം മറ്റൊരു വിശേഷമുള്ളത്, കോഴിക്കോടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരിൽ ഒരാൾ, ആ ഒരാളെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒന്നെത്തിക്കുകയാണ്. KK നിഷാദ്, കോഴിക്കോടിന്റെ സ്വന്തം പാട്ടുകാരനാണ്. സ്വാഗതം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? കോഴിക്കോട് വിശേഷം വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം കോഴിക്കോടിന് ഈ ഉത്സവം കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ആ ഒരു അവസരത്തിൽ ഇവിടെ എത്തിപ്പെടാനും
അത് ജോയിൻ ചെയ്യാൻ 2 ദിവസം ഞാൻ അവിടെ തന്നെയായിരുന്നു, ഇങ്ങനെ ഓരോ വേദികളിലായിട്ട് പഴയ ഓർമ്മകളൊക്കെ ആയിട്ട്. കലോത്സവത്തിൽ എത്ര കാലം പങ്കെടുത്തു? ഞാൻ 4 വർഷത്തോളം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് മുതൽ സംസ്ഥാന കലോത്സവത്തിൽ പോകായിരുന്നു. അപ്പോൾ 7, 8, 9, 10 4 വർഷം. അതിൽ 3 വർഷം പങ്കെടുത്ത 3 വർഷവും കോഴിക്കോടാണ് കിരീടം അടിച്ചത്. അഭിമാനം. അതെ, അപ്പോൾ ഹാട്രിക് കിരീടം അടിച്ച വർഷങ്ങളിലെല്ലാം ഞാൻ കോഴിക്കോടിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള. കോഴിക്കോട് കലോത്സവം നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു? ഇല്ല, പങ്കെടുക്കാൻ സാധിച്ചു. അതാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സങ്കടം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അത് ഏകദേശമൊക്കെ ആയി. എന്നാലും നമുക്ക് ആ ഒരു കോഴിക്കോട് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. അത് എന്താ പറയുക, പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമാണ്. പക്ഷെ എന്നാലും അതിങ്ങനെയൊക്കെ എങ്ങനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട്ടത്തെ കലാകാരന്മാരെല്ലാം കലോത്സവ വേദിയിലുണ്ട്. കോഴിക്കോടത്തെ മന്ത്രി റിയാസ് മുൻപന്തിയിലുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അയ്യോ ഇത്രയും നന്മയുള്ളവരാണല്ലോ കോഴിക്കോട്ടുകാർ. ഏതായാലും ആദ്യം നമുക്കൊരു പാട്ട്, ഏതാണ് പാടാ? നിരവധി പാട്ടുകളുണ്ട്, കണ്ട് കണ്ട് ഏതാണ് പാട്ട്? ഏത് വേണമെങ്കിൽ പാടാം. ഞാൻ ആദ്യം പാടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ട് പാടാം. ഞാൻ പാടിയിട്ടുള്ളതിൽ പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻസ്വരം. മനോഹരമായ പാട്ടാണ്. അതുപോലെ നിരവധി പാട്ടുകളുണ്ട്. കണ്ട് കണ്ട്, മയങ്ങിപ്പോയി, തുമ്പപ്പൂ പോലെ ചിരിച്ചു, അതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. ഈ പാട്ടുകളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഈ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്? ഞാനൊരു റിയാലിറ്റി ഷോ വഴിയാണ് വരുന്നത്. കൈരളിയും നമ്മുടെ സ്വരലയയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗന്ധർവ സംഗീതം, അതിൽ വിന്നറായിട്ടാണ്. അതിൽ വിന്നറായപ്പോൾ അതിലെ ഫൈനൽ കോമ്പറ്റീഷനിൽ ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് രാജസേനൻ എന്നാണ് ഡയറക്ടർ, അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തരുന്നത്. നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുള്ളൊരു രാജകുമാരി. അപ്പോൾ അതിൽ 2 പാട്ട് പാടിയാണ് എൻ്റെ സിനിമാ സംഗീതത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് കുറച്ച് പടങ്ങൾ, ഒരു 70ഓളം പടങ്ങൾ പാടാൻ പറ്റി. മലയാളത്തിലും അതേപോലെ തെലുങ്ക്, കന്നഡ, തമിഴിലും ആയിട്ട്. ഈ കലോത്സവ വേദികൾ കുട്ടികൾക്ക് പലപ്പോഴും പല വിവാദങ്ങളും പറയാറുണ്ട് പലരും. അതായത് കലോത്സവ വേദികൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതൊരു മത്സര വേദിയാകുന്നു, വെറും ഒരു മത്സരത്തിന് വേണ്ടിയുള്ള വേദിയാകുന്നു. അത് പലപ്പോഴും പറയുന്നത് നൃത്ത ഇനങ്ങളെ കുറിച്ചാണ്. പാട്ടിന്റെ കാര്യത്തിൽ എന്താണ് അതിന്റെ ഒരു അവസ്ഥ? പൊതുവെ ഇപ്പം നമ്മൾ ഈ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, അതേപോലെ തന്നെ കലാപ്രതിഭ തിലകം പട്ടങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ തന്നെ ആ ഒരു മത്സരം കുറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ഗിറ്റാർ മത്സരം ജഡ്ജ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മത്സരിക്കുന്നത് കുട്ടികൾ വളരെ മുന്നിലാണ്, അവരുടെ കേൾവിയും ജ്ഞാനവും ഒക്കെ. എന്നുവെച്ചാൽ അത്രയും സോഷ്യൽ മീഡിയ വളരെ നമുക്ക് ലോകത്തിന് ഏത് ഭാഗത്തു നിന്നുള്ള സംഗീതം കേൾക്കാനും ആസ്വദിക്കാനും കഴിയും, അത് പഠിക്കാനും കഴിയും. അപ്പോൾ അവരത്രയും എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ മത്സരം 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എടുത്ത് കളഞ്ഞോടുകൂടി തന്നെ അതിലേറ്റവും താല്പര്യത്തോടു കൂടി വരുന്ന ആളുകളായിരിക്കും ഇവിടെ. മറ്റത് ആ സ്ഥാനമോഹിയായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു 5 മിനിറ്റോ അല്ലെ 10 മിനിറ്റിൻ്റെ ആ ഒരു ഐറ്റം മാത്രം പഠിക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ച് വന്ന ആളുകളായിരിക്കും ഞങ്ങളൊക്കെ മത്സരിക്കുന്ന കാലത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പല ആളുകൾക്കും ആ മത്സരിക്കുന്ന ആ ഐറ്റത്തിൻ്റെ ആ ഒരു 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അതിനെപ്പറ്റി വേറെ എന്ത് ചോദിച്ചാലും യാതൊരു അറിവുമില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ അത് ഒരുപക്ഷെ ഈ കാലഘട്ടം ഈ സ്ഥാനങ്ങൾ എടുത്ത് മാറ്റിയത് കൊണ്ടും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓരോ ഇനങ്ങളും ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു മത്സരവേദിയിൽ നിന്ന് മാറി ചിന്തിക്കുകയും ആ ഐറ്റത്തിനോടൊരു ആ ഇനത്തിനോടൊരു പാഷനോട് കൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അതങ്ങനെ പറയില്ലല്ലോ അദ്ദേഹം.
അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും നല്ല ആർട്ടിസ്റ്റുകളും നല്ല രീതിയിലുള്ള കലകളും സൃഷ്ടിക്കപ്പെടും. അത് സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ കലോത്സവ നഗരിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ മാപ്പിളപ്പാട്ടൊക്കെ അരങ്ങിലെത്തിയ ദിവസമാണ്. ശ്രദ്ധിച്ചിരുന്നു ഏതൊക്കെ പാട്ടുകൾ വന്നു എന്ന്? എനിക്ക് മാപ്പിളപ്പാട്ട് കേൾക്കാൻ സാധിച്ചില്ല. ഞാൻ പല പല വേദികളിലായിട്ട് എന്തായാലും എല്ലാ വേദികളിലും ഞാൻ ലാസ്റ്റ് കണ്ടത് നാടകമായിരുന്നു. നാടകമൊക്കെ അതിഗംഭീരമായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ലെവലിലാണ് നാടകങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യപ്പെട്ടത്. അത്ര മനോഹരമായ സബ്ജക്റ്റുകളും മനോഹരമായിട്ട് അവർ നല്ല നടന വൈഭവമുള്ള കുട്ടികൾ അത് കാണാൻ സാധിച്ചു. അപ്പോൾ അതെല്ലാം വെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഭാവി നല്ല സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയുണ്ട് ഈ ആർട്ട് ഫോമിൽ. അതായത് ഈ കേരളത്തിൻ്റെ എന്താ പറയുക കലാപാരമ്പര്യം ഇനി അങ്ങോട്ട് നല്ല ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഒപ്പം പറഞ്ഞപ്പോ മാപ്പിളപ്പാട്ട്, ലളിതഗാനം, കഥാപ്രസംഗം ഒക്കെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഒരു മാപ്പിളപ്പാട്ട് തീർച്ചയായിട്ടും ഞാൻ അന്ന് പാടിയ പാട്ട് പാടാം. അതായിരിക്കും അതിന്റെ രസം. മുത്തു മുഹമ്മദ് മുസ്തഫ തന്റെ പദവികൾ മെത്തമരുത്തമരായ സഹാബികളാം ബദരീങ്ങളെ മുട്ടിടുന്നേരമ തട്ടിട കാമൽ ടീപ്പി കുട്ടിയുടെ മനം പൊട്ടി വിളിപ്പത് കേട്ടിടണം ശുഹദാക്കളെ. ഈ മാപ്പിളപ്പാട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗസ്റ്റായി വന്ന ഒരു അദ്ദേഹം പറഞ്ഞു, മാപ്പിളപ്പാട്ടിൽ നിലവിലുള്ള പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഇപ്പൊ മാപ്പിളപ്പാട്ട് സഞ്ചരിക്കുന്നത്. ആ വിമർശനത്തെ എങ്ങനെ കാണുന്നു? അത് എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം എല്ലാത്തിനും പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് എല്ലാ മ്യൂസിക് മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ആർട്ട് ഫോമിലും എല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ ജനറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം വരുന്നത്. നല്ലതാണ്. നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലതല്ലേ. അപ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ ഓരോ ആർട്ട് ഫോമിനും അതിൻ്റേതായൊരു തനിമയുണ്ടല്ലോ. അതിൻ്റെ ഒരു അത് നഷ്ടപ്പെടാതെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും അതിന്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് നല്ലത് തന്നെയാണ്. അതിൻ്റെ ആ കോർ എന്ന് പറയുന്നത് നഷ്ടപ്പെടാതെ, അതിൻ്റെ സോൾ നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുന്നു എന്നാണ് ചിലര് പറയുന്നത്. അങ്ങനെ എനിക്ക് അത് എല്ലാത്തിനും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ ആർട്ട് ഫോമും അതിനെ മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകും, അതിൻ്റെ ഇതിലേക്ക് പോകും. അപ്പോൾ ആ എക്സ്ട്രീമിറ്റിയിൽ, അതായത് ആ മാറ്റത്തിൻ്റെ ഒരു അങ്ങേയറ്റം എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് ചിലത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നതും ഉണ്ടാവും, മനഃപൂർവ്വം ചെയ്യുന്നതും ഉണ്ടാവും. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായ സമയത്ത് നമ്മളെപ്പോഴും എന്താണ് ട്രെൻഡി ആയിട്ട് എന്താണ് അല്ലെങ്കിൽ എന്താണ് വൈറലാകുന്നത് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ബോധപൂർവം ചെയ്യുമ്പോൾ അത് ആളുകൾ കൂടുതൽ കാണാൻ ഇടയാവുന്നു. അതാണല്ലോ അതിൻ്റെ. അപ്പോൾ ചിലപ്പം തനിമ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയേക്കാം. അതാണ്. സിനിമയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഏത് തരം പാട്ടുകളാണ് ഇഷ്ടം പാടാൻ? സത്യം പറഞ്ഞാൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ സംഗീതം ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ കീഴിലാണ് നമ്മൾ പാടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ട്യൂണിനെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കമ്പോസറെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പാടാണ്. 100% സാറ്റിസ്ഫൈ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് 100% നമുക്ക് കൊടുക്കാൻ ഒരിക്കലും സാധിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് ഒരു സന്തോഷപൂർവമായ വരുന്നത് വരെ അതുവരെ പാടുമ്പോൾ ടെൻഷനില്ല. അതുവരെ പാടാൻ ശ്രമിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഏത് തരം പാട്ടായാലും അതാണ് ഞാൻ പറഞ്ഞത്. ഏത് തരം പാട്ട്, ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് ഏത് തരം പാട്ട് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ശബ്ദവും സംഗീതവും അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന അത് ഹിറ്റാവുന്ന ഒരു ആളുകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അതാണ്. ഇനി ഞാൻ പറഞ്ഞ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു തുമ്പപ്പൂവ്. ആ പടം അത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പാട്ട് ജനങ്ങൾ എപ്പോഴും പാടുന്നുണ്ട്. നല്ലൊരു പ്രണയഗാനം എന്നാണ് പറയുന്നത്. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും
നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ഈ കലോത്സവ വേദികൾ ഈ സിനിമയിലേക്കുള്ള പ്രവേശന വേദികളാണ് എന്ന് ചിലർ പറയാറുണ്ട്. ഈ പാട്ടിന്റെ കാര്യത്തിൽ അതാണോ സത്യം? പാട്ടിന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ സ്വന്തം അനുഭവം അങ്ങനെയുണ്ട്. എനിക്ക് ഞങ്ങളുടെ ഒക്കെ സമയത്തും ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. മേ ബി ഇപ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം അന്ന് പാട്ടിൻ്റെ വേദിയേക്കാളും നാട്യവേദികൾ, അപ്പോൾ ഡാൻസ് ഫോമുകൾ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അതിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് സിനിമയിലേക്കൊരു എൻട്രി എളുപ്പമായിരുന്നു. പാട്ടിൻ്റെ സമയം എന്ന് വെച്ചാൽ നമ്മുടെ ആ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12th പീരീഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു മെയിൽ വോയിസ് ആണെങ്കിൽ അവരുടെ ഒരു വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ കൃത്യമായൊരു ജഡ്ജ്മെൻറ്റ് അവരുടെ ശബ്ദത്തിന് ഉണ്ടാവും. അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ പാട്ടിൽ അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളുകൾ ആ സമയത്തൊന്നും സിനിമയിലേക്ക് എൻട്രി ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ സാധിച്ചേക്കാം. കാരണം ഇപ്പം പുതിയ വോയിസസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം എല്ലാവർക്കും പാട്ട് പാടാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പം ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഗായകർ അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഗായകർ അവർ ചിലപ്പോൾ തിരഞ്ഞെടുത്തേക്കാം. ഉറപ്പായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഈ കോഴിക്കോട് വന്നിട്ട് നമ്മൾ കല്ലായി കടവത്ത് പാടാതെ വിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. ഉറപ്പായിട്ടും പാടാം. കല്ലായി കടവത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെരുമഴക്കാലം എന്ന സിനിമയിൽ ആ സിനിമയോടൊപ്പം സംഗീതത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കലാകടവത്ത് പാടിയിരിക്കുന്ന ജയേട്ടനും സുജാ ചേച്ചിയാണ്. ആ വർക്കിൻ്റെ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ ഓർമ്മയാണ്. അതിൽ എല്ലാ പാട്ടുകളും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയിന്നും ഉറങ്ങിയില്ല, മധുമാസരാവും വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. വളരെയധികം നന്ദി പാട്ടുകൾ പാടിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന്. താങ്ക് യു സുവി, താങ്ക് യു ന്യൂസ് 18 കേരളം. ഒരുപാട് സന്തോഷം. ഒരുപാട് കാലം ന്യൂസ് 18ലേക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് വിളിച്ചപ്പോഴൊന്നും എത്താൻ പറ്റിയില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക്, അതായത് എൻ്റെ നാട്ടിൽ ഈ കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഒരു സമയത്ത് ന്യൂസ് 18നോടൊപ്പം ചേരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കലോത്സവ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇനിയും നമ്മളൊരു അതിഥിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ഒരു സംഗീത കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ അടുത്താണ് നമ്മുടെ അനുമോദ് ഉള്ളത്. ഏതായാലും അനുമോദ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയട്ടെ. അനുമോദിലേക്ക്. നമസ്കാരം. നമ്മോടൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, കവിയും അതുപോലെ സംഗീത സംവിധായകനും ചലച്ചിത്ര
സാംസ്കാരിക സാഹിത്യ ലോകങ്ങൾക്ക് അനന്യമായ സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തി കൂടിയായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. നമസ്കാരം. കോഴിക്കോട് കലോത്സവം നടക്കുന്നു. കുട്ടികൾ കൗമാരകലയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കത്ത് എന്ന് പറയുന്ന വിശേഷ പരിപാടിയിൽ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നു. കലാലോകത്തിൽ നിൽക്കുന്ന ആർക്കും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങ് പലപ്പോഴായിട്ട് വേദികളിലൊക്കെ സന്ദർശിച്ചായിട്ട് കണ്ടു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? വളരെ നന്നായി പോകുന്നു. ഞാൻ ഇതുവരെ ഇവിടെ 2-3 കലോത്സവം നടന്നു. ഇപ്രാവശ്യമാണ് ഏറ്റവും നല്ല അന്തരീക്ഷം, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രാവശ്യത്തെ സംവിധാനങ്ങൾ. ഇത്തവണത്തെ കലോത്സവം എന്ന് വെച്ചാൽ ഒരുപാട് വേദികളുണ്ട്. പക്ഷേ സംഘാടന മികവ് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വലിയ വൈകലില്ലാതെ എല്ലാം നടക്കുന്നതായി തോന്നും അല്ലേ? എന്താണ് കറക്റ്റ് 23 24 വേദികളുണ്ട്. എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. മറ്റേതെല്ലാം ഉറക്കം തൂങ്ങിയ കുട്ടികളുടെ ചിത്രങ്ങളും പിറ്റേഴ്സ് ഉണ്ടാവും. അതൊന്നും കാണുന്നില്ല ഇപ്രാവശ്യം. അതുപോലെ മത്സരങ്ങൾക്ക് ഈ രക്ഷിതാക്കളുടെ മത്സരം അതൊന്നും ഇപ്രാവശ്യം വാർത്തയല്ല. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, പക്ഷെ വാർത്തയല്ല. അതൊക്കെ വലിയ കാര്യമാണ്. കലാരംഗത്ത് ഏറ്റവും നല്ലൊരു ലക്ഷണമാണിത്. നല്ല മാറ്റത്തിന്റെ ലക്ഷണമാണ് തീർച്ചയായിട്ടും. രക്ഷിതാക്കളുടെ മത്സരമാണല്ലോ പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് തമ്മിലൊന്നും മത്സരമില്ല. അവർ ചിരിച്ചുകൊണ്ടിരിക്കും, ഇത്രേ ഉള്ളൂ. അവർക്ക് സമ്മാനം കിട്ടണം എന്ന് നിർബന്ധിക്കുന്ന രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളാണ്. അവരും ക്വയറ്റാണ്. പ്രാവശ്യം പ്രശ്നങ്ങൾ പുറത്ത് ഇതൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് ഒരു കാര്യമില്ല. കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യം അവരുടെ ഇഷ്ടമാണ് ഈ പറയുന്നത്, അല്ലാതെ കുട്ടികളുടെ ഇഷ്ടമൊന്നുമല്ല. കുട്ടികൾക്ക് നല്ല മധുരവും സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നത്. അതിന് പകരം അവർക്ക് ചിക്കൻ വേണം, മട്ടൺ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാർക്കാണ്, അല്ലാതെ അവർ ഇതിനകത്ത് ഇടപെടപ്പെടണം. കഴിക്കുന്നതിന് വിരോധമില്ല, പുറത്തുപോയി കഴിക്കാമല്ലോ വേണമെങ്കിൽ. ലീഗിന്റെ ഒരു നിലപാട് കണ്ടു ഇന്നലെ. അവർക്ക് അതാണ് നല്ല ശരിയായത്. പുറത്തുപോയി കഴിക്കാമല്ലോ വേണമെങ്കിൽ. ആരും കൈ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അതിനകത്ത് ക്യാമ്പിൽ അടച്ചിടുകയൊന്നുമില്ലല്ലോ. ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാവർക്കുമുള്ള ഭക്ഷണം അവർക്കുള്ള താല്പര്യം, ഈ പറയുന്നവന്റെ താല്പര്യമല്ല. കലോത്സവത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ അനാവശ്യമാണല്ലേ? അനാവശ്യമാണത്. അതിന് മറുപടി അനാവശ്യമാണ്. ഉടനെ നമ്മുടെ അടുത്ത കൊല്ലം അങ്ങനെ ആക്കാന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. 50 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ദിവസം കൊണ്ടും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത്തരം വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും കലോത്സവം വളരെ നല്ല രീതിയിൽ പോകുന്നു. പ്രത്യേകിച്ച് അങ്ങ് സംഗീത വേദികൾ മത്സരങ്ങളൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയാണ് ടിവിയിൽ കാണുമ്പോഴുള്ളൊരു? തീർച്ചയായിട്ടും അവർ നന്നായി പാടുന്നുണ്ട്. ഇപ്പൊ ഒരു മോള് ഇവിടെ വന്നൊരു അനുഗ്രഹം വാങ്ങിക്കാൻ വന്നു. ഞാൻ അവളോട് പറഞ്ഞു നല്ല ശ്രുതി ചേർന്ന് ശുദ്ധമായിട്ട് പാടുക. എനിക്കതേ പറയാനുള്ളൂ. അത് കേട്ടാൽ എത്രയായാലും നമ്മുടെ ആനന്ദം ഉണ്ടാവും. അവർക്കും ആനന്ദം ഉണ്ടാവണം, നമുക്ക് കേൾക്കുന്നവർക്കും ഉണ്ടാവണം. അതാണ് കല. കലയ്ക്കെപ്പോഴും കരണങ്ങളിൽ ലയം ഉണ്ടാകുമ്പോഴാണ്. ആ ലയം എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതിയിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറയലാറുണ്ട്. കലോത്സവ വേദികളിലൂടെ നമ്മൾ ഓർമ്മയിലേക്ക് പോകുമ്പോൾ പഴയ ലളിതഗാനങ്ങളൊക്കെ ഇന്നും എല്ലാവരും മൂളി നടക്കുന്നത് കാണാം. പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളുടെ കുറവുണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്തിലെ 70കളിലാണ് ഏറ്റവും നല്ല ലളിതഗാനങ്ങൾ ഉണ്ടാകുന്നത്. ആ കാലത്ത് പണിക്കർ സാറും കാവാലവും പിന്നെ MG രാധാകൃഷ്ണൻ കൂടി ചേർന്നിട്ടുള്ള പെരുമ്പാവൂർ സാറും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു 70കളിലാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗീത ലോകം ഞാൻ കണ്ടിട്ടുള്ളത്. റേഡിയോ ആണ് അതിന്റെ അടിസ്ഥാനം. എത്ര പാട്ടുകൾ. ഇപ്പോ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും പണിക്കത്താൻ്റെ ഒരു പാട്ടാണ്. അതുപോലെ മറ്റേ ഘനശ്യാമസന്ധ്യ ഹൃദയം, അതുപോലെ പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ചക്കെട്ടും കെട്ടി, ബാക്കിയുള്ള എത്രയോ പാട്ടുകൾ, ഭയങ്കര മനോഹരമായ പാട്ടുകൾ. അതുപോലെ നിളാനദിയുടെ നിർമ്മല തീരം എന്നുണ്ട്, PK ഗോപി എഴുതിയിട്ട് ആള് പെരുമ്പാവൂർ സാറ് മ്യൂസിക് ചെയ്തിട്ട് വേണു പാടിയ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അത്തരം പാട്ടുകൾക്ക് ഇപ്പം ട്രെൻഡില്ല. ശരിക്കും സിനിമയിൽ മാത്രം ആൾക്കാർ നിൽക്കുന്നത്, ഒരു ലളിതമായ ഗാനങ്ങളില്ല ശരിക്ക്. ഞാനും ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പാട്ട് കുട്ടികൾ പാടിയിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള കാലം ഉണ്ടായത്. മറ്റേ ഞാൻ ആ പാട്ടാണ് പിന്നെ മാറ്റിയത്. ഒരു പാട്ട്, അതായത്
ഗോപികാ വസന്തം എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ എഴുതിയത് ഇതിനു വേണ്ടിയാണ്, എഴുതാനായിട്ട് എഴുതിയ. ഗോപികാ വസന്തം തേടി വനമാലി വനമാലി, അങ്ങനെയായിരുന്നു പാടിയത്. ഗോപിക വസന്തം തേടി വനമാലി വനമാലി നവ നവ ഗോപിക. ട്യൂണ് മാറ്റി അവര് ശങ്കര ഇതാക്കി, ഷൺമുഖപ്രിയാക്കി. ഇത് കഥകളിയിലുള്ളൊരു രാഗമാണ്. ഇതുവരെ ഈ ഇത്തരം രാഗങ്ങൾ സിനിമയിൽ വന്നിട്ടില്ല. നവരസം എന്ന് പറഞ്ഞൊരു രാഗമാണ്, കഥകളി രാഗ. ഞാനങ്ങനെ പരീക്ഷിച്ച, അത് നല്ല വിജയമായിരുന്നു ആ പാട്ട്. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പ് സോങ്ങും പിന്നെ കുറെ കൊല്ലം സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അതെ, ഈ ഗുരുവായൂരപ്പൻ കോളേജിന് വേണ്ടി ചെയ്തു കൊടുത്തു. പിന്നെ അത് വിശ്വൻ നീലേശ്വരം രാജാസിന് വേണ്ടി എടുത്തു. അവർ 3 കൊല്ലം വാങ്ങി പ്രൈസ്, 3 കൊല്ലം ഈ ഗ്രൂപ്പ് മ്യൂസിക്കിന്. അതുപോലെ ഇവര് ഈ കോളേജ് തരത്തിലുള്ള മത്സരങ്ങൾക്ക് 5 കൊല്ലം ഒറ്റ സമ്മാനം വാങ്ങി ആ പാട്ട്. അങ്ങയുടെ കലാസൃഷ്ടികള് കലോത്സവ വേദികളിൽ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് പേഴ്സണലി പണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം. അതെ, ശരിക്ക് അന്ന് ഈ കലയുടെ ഒരു ഓളം, ഈ കലോത്സവത്തിന്റെ ഒരു ഓളം ഒന്നും നമ്മുടെ മാധവങ്കല സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആരും പങ്കെടുത്തിട്ടില്ല. അത്രയും ഇതൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ള മട്ടാണ് അവിടുത്തെ കുട്ടികൾക്ക്. അന്ന് രക്ഷിതാക്കളും കുട്ടികളും, ഞാൻ പഠിക്കുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ 60കളാണ്, 63, 64, 65, 66. ആ സമയത്തൊക്കെ പുറത്തുണ്ട്. പക്ഷെ എന്നാൽ അവിടെ നിന്ന് അത്ര ഓളം ഉണ്ടായിട്ടില്ല. ഞങ്ങളാരും പങ്കെടുത്തിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ അതെ, നഷ്ടപ്പെട്ടു പോയി തോന്നുന്നുണ്ട്. ശരിയാ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈ കലോത്സവ വേദികളിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നവര് അവർ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു, അതായത് കലോത്സവം അതിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയായിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നതായിട്ട് തോന്നുന്നു. ഇല്ല, അന്ന് സംഗീത സംവിധായകരും ഒക്കെ കറങ്ങി നടക്കാറുണ്ട്. അതിൽ നിന്ന് അവർ തപ്പിയെടുക്കും. ഇന്നിപ്പം ഇത് സാധാരണ ആയതുകൊണ്ടാണ് നമുക്ക് വേറെ മത്സരങ്ങളുണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ തന്നെ അവിടെയും, അതുകൊണ്ട് അവിടുന്ന് എടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ, അന്ന് അങ്ങനെയാണ്. ഇപ്പൊ മഞ്ജുവൊക്കെ അങ്ങനെയാണല്ലോ. ശരിക്ക് ലോഹിയൊക്കെ മഞ്ജുവിനെ കാണുന്ന തന്നെ ഈ കലാമത്സരങ്ങളിൽ നിന്നാണ്, കണ്ണൂര്. ഇപ്പോ ഈ കലോത്സവ വേദികൾക്ക് ഒരു ഓഡീഷനുകളാണല്ലോ എല്ലായിടത്തും. അതാണ് എന്റെ അല്ല, പ്രായോഗികമാണ് ഇവര് നോക്കുക. നല്ല ഭംഗിയുള്ള കുട്ടികൾ, നന്നായി പാടുന്ന കുട്ടികൾ അന്വേഷിക്കുക. ഏറ്റവും ബെസ്റ്റ് അത് അന്വേഷിക്കുന്നത് എവിടെ കിട്ടുമോ അവിടെ സ്വീകരിക്കുക ആൾക്കാർ. ഇപ്പോഴും പുതിയ കുട്ടികൾക്ക് താല്പര്യം, ശരിക്ക് അവസരങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സമയം കടന്നുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഗാനം കൂടി ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചാൽ അങ്ങ്. ഞാൻ നോക്കാം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ അലീലയിൽ പള്ളികൊള്ളും കണ്ണനുണ്ണി. ഞാൻ സങ്കല്പിക്കുന്ന കണ്ണൻ എൻ്റെ ഉള്ളിലാണ്. ഞാൻ അവനെ എങ്ങനെ ഉറക്കും, എങ്ങനെ ഉണർത്തും എന്ന് ചോദിക്കുന്ന, അതാണ് എന്റെ സ്വന്തം പ്രശ്നം തന്നെയാണിത്. അവൻ എൻ്റെ ഉള്ളിലുണ്ട് എപ്പോഴും. അങ്ങയുടെ ഒരു ശാരീരികമായിട്ടുള്ള ഈ തിരിച്ചുവരവ് പ്രതിസന്ധികൾ അതിജീവിക്കുന്നതല്ല ഈ സംഗീതത്തിന്റെ കരുത്തുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും അതെ, സംഗീതവും കലയും. ഞാനിവർ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ഒരു പുനരുജ്ജീവനം കൂടി നടക്കുകയാണ്. തീർച്ചയായിട്ടും അവരെന്തൊരു ഉഷാറാ. ഇപ്പൊ ഒരു മോളിവിടെ വന്നപ്പോൾ അവളിങ്ങനെ തൊട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു പുതിയ ജീവൻ. അതാണ് കുഞ്ഞുങ്ങള്. നമ്മളെ ഉണർത്തും അവര്. അവരെ ഉണർത്തും, ഉറക്കും. പക്ഷെ അവര് നമ്മളെ ഉണർത്തും, നമ്മളെ ഉറക്കും. സ്നേഹത്തിന്റെ വലിയൊരു ലോകമാണ് ഞാൻ കാണുന്നത്. ഈ കലാരംഗം എന്ന് പറയുന്നത്, ഈ മത്സരരംഗം എന്ന് പറയുന്നത് മത്സരം നല്ലത് ഉത്സവമാണ്. അതാണ്, ആ ഉത്സവത്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അദ്ദേഹം പറഞ്ഞു നിർത്തുന്നതും വലിയ ഒരു സന്ദേശം തന്നെയാണ് തരുന്നത്. മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്, ഒരു പുനരുജ്ജീവനമാണ്. എന്താണെങ്കിലും കലോത്സവത്തിന്റെ സന്ദേശം ഇത്രയും സംഗീതാത്മകമായും ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിലും മറ്റാരും നമ്മോട് പങ്കുവെച്ച് കാണില്ല. നമുക്ക് തിരിച്ച് സുവിയിലേക്ക് പോകാം. അനുമോദാണ് വിശദമായി തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഒരു നർത്തകി കൂടെ ചേരുകയാണ്. നർത്തകി എന്ന് പറയുമ്പോൾ അവർ വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. നമ്മുടെ കലോത്സവങ്ങൾ കാണാൻ വേണ്ടി എത്തിയതാണ്. മലയാളിയാണ്. ഡിംപിൾ ഗിരീഷിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വരും. എന്താണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണം? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കലോത്സവ വേദികളിലൊക്കെ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ കുറേ കാലമായിട്ട് വിചാരിക്കണോ കലോത്സവ വേദി വരണം, കാണണം എന്നൊക്കെ. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ക്രിസ്മസ് വെക്കേഷന് വന്നിട്ട് തിരികെ പോയില്ല, നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. ഏതൊക്കെ മത്സര ഇനങ്ങൾ കണ്ടു ഇവിടെ വന്നിട്ട്? നൃത്തങ്ങൾ മാത്രമാണ്? അതെ, മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ കുറച്ച് നാടകങ്ങൾ. ഇതെനിക്ക് കാണാൻ പറ്റിയത്. മോഹിനിയാട്ടം, ഭരതനാട്യം, നാടകം. എങ്ങനെയുണ്ട് മോഹിനിയാട്ടവും ഭരതനാട്യവും? കുട്ടികളൊക്കെ ഒരുപാട് ഞാനവരെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത്രയും ഒരു അക്കാഡമിക് ബേർഡൻ ഉണ്ടായിട്ടും അവരതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ ഐറ്റമും എത്ര കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത ഓരോ ഐറ്റമാണ്, കൊറിയോഗ്രാഫി ചെയ്തെടുത്ത ഓരോ ഐറ്റം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ പഠിച്ച് ഇത്ര ഭംഗിയിൽ ഒരു കളരിയിലൊന്നും പഠിച്ചു വന്ന കുട്ടികൾ ആവില്ല മിക്കവാറും ഉള്ള കുട്ടികൾ. ഒരു ഗുരുവിൻ്റെ കീഴിലൊക്കെ പഠിച്ച കുട്ടികളാവണം കൂടുതലും. അവർ ഇത്ര മനോഹരമായിട്ട് വന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. പിന്നെ ഒരു വിഷമം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 70% കുട്ടികൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കും. കുറേ കുട്ടികൾ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കലയെ അവർ കുറച്ചൊന്ന് പുറകോട്ട് മാറ്റി നിർത്തും. അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. കലോത്സവ വേദികൾ എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറുന്നു എന്നാണ് ഒരു വിമർശനം ഉണ്ടാകുന്നത്. സത്യമാണോ? എന്നുവെച്ചാൽ അതോടുകൂടി കല മറന്നു പോകുന്നു, സിനിമയിലേക്ക് പോകാൻ വേണ്ടിയാണ് തയ്യാറായി. സിനിമയും ഒരു കലയാണല്ലോ. അതെ, സിനിമയും ഒരു കലാരൂപം തന്നെയാണ്, കല തന്നെയാണ്. എന്നാലും അങ്ങനെ ഒരു ആരോപണം വളരെ കാലങ്ങളായിട്ട് എൻ്റെയൊക്കെ സമയത്ത് മുതൽ തന്നെ അങ്ങനെ ഒരു നമ്മുടെ വിനീതിൻ്റെ കാലം മുതൽ തന്നെ കലോത്സവ വേദികളിലൂടെ വന്ന് സിനിമയിലെത്തിയവരാണല്ലോ വിനീതുമൊക്കെ. അപ്പം ആ ഒരു കാലം മുതൽ തന്നെ മീൻസ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാ രീതിയിലും. അപ്പം അവർ സിനിമയിലേക്ക് അവർ കുറച്ചുകൂടി എക്സ്പ്ലോഷർ കിട്ടി വരുന്നു. പക്ഷെ അവർ കലയെ മറക്കുന്നു എന്നതൊരു പോരായ്മയാണെങ്കിലും സിനിമയെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ വരുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, സന്തോഷമാണ്. പക്ഷെ കലയൊപ്പം കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. ഈ 15 വർഷമായിട്ട് നൃത്ത രംഗത്ത് തുടരുന്ന ഒരാളാണ്. ഏതൊക്കെ തരത്തിലായിരിക്കണം ഈ കലോത്സവ വേദികളിലെ നൃത്ത മത്സരങ്ങൾ മാറേണ്ടത് എന്നാണ്? അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാദമിക് ബേർഡൻ ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു സ്കൂളിലൊരു ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു അക്കാദമിക് ഇയർ തുടങ്ങുമ്പം മുതൽ അതിനൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ് മുതൽ അവരതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു ഭരതനാട്യം, മോഹിനിയാട്ടം അല്ലെങ്കിൽ കഥകളിയിൽ പങ്കെടുക്കുക, മറ്റേത് ഐറ്റം ആയിക്കോട്ടെ, വളരെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ കുട്ടികൾ ഈ ഒരു ഐറ്റം പഠിച്ച് വേദിയിലെത്തിക്കുന്നത്. അതായത് സ്കൂൾ കലോത്സവം മുതൽ അവിടുന്ന് സബ് ജില്ലയായി, ജില്ലയായി, പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ഐറ്റം പഠിച്ചെടുക്കുന്നതൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയ ബേർഡനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അക്കാഡമിക് ബേർഡൻസ് അത്ര ഭയങ്കരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അവബോധം ടീച്ചേഴ്സിൽ കൂടി ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കലോത്സവ വേദികൾ കണ്ടപ്പോൾ അതിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണോ? നമുക്ക് നൃത്തത്തെക്കുറിച്ച് അധികം അറിയില്ല, എന്താണ് തോന്നിയത് മോഹിനിയാട്ടം ഒക്കെ കണ്ടപ്പോൾ? അങ്ങനെ ഒരു പുതിയ പരീക്ഷണമൊന്നും എനിക്ക് തോന്നിയില്ല. വർഷങ്ങളായിട്ട് പല വേദികളിലും കാണുന്നതും അല്ലെങ്കിൽ പഴയ പല വലിയ ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റും, ക്ഷമാവതി ടീച്ചറെ പോലെ, സത്യഭാമ ടീച്ചറിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ ഗുരുക്കന്മാർ അവരുടെ ഒരു ജീവിതം ഇതിന് കലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് അവർ ചിട്ടപ്പെടുത്തിയ ഓരോ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കലോത്സവ വേദികൾ. ഇപ്പം ഡോക്ടർ നീന പ്രസാദ് മാമനെയൊക്കെ പോലെയുള്ള ഡോക്ടർ നീന പ്രസാദിനെ പോലെ ഇത്ര പ്രഗത്ഭയായ ഒരു ഗുരു
പുതിയ പുതിയ പരീക്ഷണങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് മാം ഇപ്പം നിൽക്കുന്നത്, ഇപ്പോഴത്തെ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് സയൻറ്റിഫിക് രീതിയിലാണ് നീന പ്രസാദ് മാം ഒക്കെ മോഹിനിയാട്ടത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു പരീക്ഷണം ഇപ്പോഴും കലോത്സവ വേദിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ആ ഒരു പരീക്ഷണം, ആ ഒരു കാലാനുഗതമായ മാറ്റം വേദികളിൽ വേണം. തീർച്ചയായിട്ടും കാലാനുസൃതമായ മാറ്റം ഏത് കലാരൂപത്തിന് മാത്രമല്ല, നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിലും അത് വരുമ്പം കലോത്സവ വേദികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഐറ്റങ്ങളിലും, ഈ മത്സര ഇനങ്ങളിലാവട്ടെ, പൊതുവേ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും മാറ്റം വരേണ്ട സമയമൊക്കെ അത് അതിക്രമിച്ചിരിക്കുന്നു. കാരണം 1956 ഡിസംബറിലാണ് ആദ്യ കലോത്സവം അരങ്ങേറുന്നത്, സ്റ്റേറ്റ് കലോത്സവം. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് 61ാമത്തെ കലോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും അതിൽ നിന്നൊരു വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഏതായാലും സമയപരിമിതിയുണ്ട്. ഞങ്ങൾ പ്രഭാത കേരളം തിരുവനന്തപുരത്ത് തയ്യാറായി നിൽക്കുകയാണ്, പ്രദീപും അശ്വതിയും. ഏതായാലും ഇന്ന് കലോത്സവ വേദിയിൽ വലിയ വലിയ ഐറ്റംസ് ആണ് എത്തുന്നത്. തിരുവാതിരയുണ്ട്, ചവിട്ടുനാടകമുണ്ട്, കേരള നടനമുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. ഏതായാലും ഈ വാർത്തകളും വിശേഷങ്ങളും എല്ലാം എത്തിക്കാൻ ഞങ്ങളെല്ലാം ഇവിടെ തയ്യാറാണ്. ഇനി തിരുവനന്തപുരത്തേക്ക്. താങ്ക് യു സുവി. എന്തായാലും ഗ്രൂപ്പ് ഐറ്റങ്ങൾ അവിടെ തകർക്കാൻ പോവാണ്. തിരുവാതിരയുടെ അന്ന് തന്നെ തിരുവാതിര മത്സരമുണ്ട്. തിരുവാതിര മത്സരമുണ്ട്. നല്ല ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരങ്ങളായതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങോട്ടേക്ക് ഒഴുക്കായിരിക്കും. വർക്കിംഗ് ഡേ ആണെങ്കിലൊന്നും അവിടെ കോഴിക്കോട്ടുകാർക്ക് അതൊരു വിഷയമല്ല. കലയുടെ ആരവത്തെക്കാൾ നൂപുരധ്വനികളെക്കാൾ മുഴങ്ങിക്കേട്ടത് വിവാദമാണ്. വെജ് വേണോ നോൺ വെജ് വേണോ, ഇവിടെ നോൺ വെജ് വിളമ്പിയില്ലേ എന്നുള്ളത്. അക്കാര്യത്തിൽ എന്തായാലും അനുമോദിനൊപ്പം ചേർന്ന ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വളരെ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു. 50-60 വർഷമായിട്ട് വിളമ്പുന്ന ഭക്ഷണമാണ്. ഇന്ന് രാവിലെ എന്താണ് ഒരു പുതിയ വിവാദം? സർക്കാർ ആവശ്യമില്ലാതെ മറുപടി പറഞ്ഞു എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇനി നോൺ വെജ് വേണമെങ്കിൽ വെളിയിൽ പോയി കഴിച്ചുകൂടെ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വെജിന്റെ നോൺ വെജിന്റെയും കഥ പറയുമ്പോൾ ഞങ്ങളിപ്പോ ഉള്ളത് സുദർശൻ ചേട്ടന്റെ കടയിലാണ്. ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ആണ്. ഇവിടെ ടൂറിസ്റ്റ് വില്ലേജ് ഒക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റമുണ്ട്. ഒരു മാസം കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ വന്നതിന് ശേഷം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പുതുവർഷം 2023 നല്ലൊരു വർഷമാണ് ആണല്ലേ? കാണാനും ആൾക്കാർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ഇവിടെ വണ്ടി ഇടാൻ പറ്റൂല. ഈ ചപ്പചോറും കൂടെ നീക്കിയിരുന്ന കുറച്ചുകൂടി ഉഷാറായിരുന്നു. അത് പ്രൈവറ്റ് പാർട്ടികളാണ്. പ്രൈവറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല, അത് പ്രൈവറ്റ് പാർട്ടിക്കുള്ള പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് ഇതെല്ലാം കൊണ്ട് തട്ടുന്നത്. അവിടെയാണ് കരിക്കിന്റെ ഇതെല്ലാം കൊണ്ട് അവിടെയാണ് ഇടുന്നത്. അപ്പൊ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല, അവർ നോക്കാറുള്ളൂ. പിന്നെ ഇതിനൊക്കെ അവർ കൂടുമ്പോഴത്തേക്ക് JCB വിളിക്കും, കയറ്റി വിടും എവിടെയെങ്കിലും. അപ്പൊ എന്തായാലും ചേട്ടന് ഈ വർഷം അടിപൊളിയാകട്ടെ. ഇനി ഇഷ്ടം പോലെ കച്ചവടം ഉണ്ടാകട്ടെ കേട്ടോ. ഞങ്ങൾ ഇനിയും വരും. ശരി. രാവിലെ ഒരു ചൂട് ചായ, ഒരു പത്രം, അതാണ് ശൈലി. ഇവിടെ ചേട്ടന്റെ ചായയാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചു. അതെ, 2 വട്ടം ചായ കുടിച്ചു. ഇവിടെ സമയം ധാരാളം ഉണ്ടായിരുന്നു. സുവിയും അനുമോദും ഒക്കെ അവിടെ കലോത്സവ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ചേട്ടൻ തലശ്ശേരി ദം ബിരിയാണി ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഈ ഭക്ഷണം നോൺ വെജ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. എന്തായാലും ഇനി പത്രവിശേഷം കേൾക്കണ്ടേ നമുക്ക്? പിന്നെ ചായ കഴിഞ്ഞ് ഇനി പത്രം. ആരാ? രഞ്ജിത്ത് രാമചന്ദ്രൻ. പത്രക്കെട്ട് വന്നാടനെ ചാടി വീണ് 6 പത്രം ഒറ്റയടിക്ക് വായിക്കുന്ന രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് പോവാണ്. ഇന്നത്തെ പത്രവിശേഷം കേൾക്കാം. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. എന്നാലും നമുക്ക് നേരിട്ട് പത്രത്തിലേക്ക് പോകാം. പത്രം 18-ൽ സമയക്കുറവുണ്ട്. 2664 മാതൃഭൂമിയുടെ ആദ്യത്തെ വാർത്ത. സ്കൂളുകളിൽ 2664 ഡിവിഷനും 7000 അധ്യാപകരും വേണമെന്നുള്ളതാണ്. കാരണം ഈ വർഷം 1,19,981 കുട്ടികൾ അധികമായി എത്തി. ആലപ്പുഴയിൽ നിന്ന് കെ ബാബു ചേട്ടന്റെ റിപ്പോർട്ട് വളരെ എക്സ്ക്ലൂസീവായി മാതൃഭൂമി നൽകിയിരിക്കുന്നു. അധ്യാപകർ കൂടുതലായി സ്കൂളുകളിൽ ഇല്ലെങ്കിൽ അധ്യാപനം നടക്കില്ല എന്നുള്ള വാർത്തയാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന്. മറ്റൊന്ന് മ്യൂസിയം പോലീസിൽ നടത്തിയത് വൻ അട്ടിമറി ശ്രമം എന്നുള്ളതാണ്. നയനയുടെ മരണം കൊലപാതകമാണെന്ന് സൂചന ഏറ്റവും ഒടുവിൽ അന്വേഷണം നടത്തിയതിനൊടുവിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായല്ല ഇത്തരം അപാകതകൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നയനയുടെ മരണത്തിലും അവിടെ അന്വേഷണം നടന്നത് കാര്യക്ഷമമല്ല എന്ന വാർത്ത പ്രധാനമായും മാതൃഭൂമി ലീഡ് വാർത്തയായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഈ ഹാരി രാജകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലാണ്. ഉൾപേജിൽ 8-ാം പേജിലുള്ള വാർത്ത. കോടതിയിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടു. ഹാരി ജനിച്ച ദിവസം ഈ ചാൾസ് രാജകുമാരൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം
ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വലിയൊരു വാർത്തയായി മാതൃഭൂമി നൽകിയിട്ടുണ്ട് ഇന്ന്. മറ്റും നമുക്കിനി മനോരമയിലേക്ക് ഒന്ന് പോകണം. മലയാള മനോരമയുടെ പ്രധാന വാർത്ത വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഓൺലൈൻ ക്ലാസ് പാടില്ല, ഓഫ്ലൈനായി തന്നെ ക്ലാസുകൾ നടത്തി വിദേശ യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം UGC എടുത്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അവർ നൽകുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ V. ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശി, സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശപ്രകാരമായിരുന്നു. ആനാവൂർ നാഗപ്പന്റെ മനസ്സിൽ മറ്റു ചില പേരുകളായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് V. ജോയിയെ സെക്രട്ടറി ആക്കിയത്. വഴങ്ങി ആനാവൂർ നാഗപ്പൻ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. CPM സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം VA ജോയി നിൽക്കുന്ന പടമടക്കം മനോരമ പ്രധാനപ്പെട്ട പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ബോളിവുഡിലേക്ക്, കേരളത്തിന്റെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വിദേശ നിക്ഷേപമടക്കം നിക്ഷേപങ്ങൾ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2023 ഏതാണ്ട് 3000 കോടിയൊക്കെ മുടക്കാൻ തയ്യാറായി നിക്ഷേപകർ വരുന്ന വാർത്ത മലയാള സിനിമയ്ക്ക് ഒരു ജീവവായുവാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മലയാള മനോരമ മറ്റൊന്നായി നൽകിയിട്ടുണ്ട്. നമുക്കിനി ദ ഹിന്ദുവിലേക്ക് പോകണം. അത് ഇന്നലത്തെ അമിത്ഷായുടെ പ്രഖ്യാപനമാണ് അവരുടെ ഉൾപേജിലെ പ്രധാന വാർത്തകളിലൊന്ന്. അത് രാം ടെമ്പിൾ വിൽ ഓപ്പൺ ഓൺ January 1, 2024 എന്ന ഷായുടെ പ്രഖ്യാപനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ മുഖ്യ അജണ്ട രാമക്ഷേത്രമായിരിക്കും എന്നാണ് ഹിന്ദു ഈ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു യാത്രക്കാരിക്ക് നേരെ മൂത്രമൊഴി സംഭവം ഉണ്ടായിരുന്നു, ഒരു മുംബൈ വ്യവസായി. ഈ വിഷയത്തിൽ എയർ ഇന്ത്യയുടെ ഒരു നിസ്സംഗത ഉണ്ടായിരുന്നു. DGCA ആ വിഷയത്തിൽ എയർ ഇന്ത്യയുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ യുവതിയുടെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ട്രിക്റ്റായുള്ള ഉടനടിയുള്ള ആക്ഷൻ എടുത്തില്ല എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു നൽകിയിരിക്കുന്നു. കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് അവകാശമല്ല പണിമുടക്ക് എന്നുള്ളതാണ്. അത് ഹൈക്കോടതിയുടെ വിധിയാണ്. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ല. പണിമുടക്കം ദിവസം അവരുടെ ശമ്പളം ആ തരത്തിൽ പിടിക്കുമെന്ന വാർത്ത കേരള കൗമുദി പ്രധാന വാർത്തയായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, സംവിധായിക നയനയുടെ മരണം, അത് കൊലയെന്ന സംശയം ബലപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകിയിരിക്കുന്നു. ഏതായാലും സമയക്കുറവുണ്ട്. പ്രദീപ്, അശ്വതി, എനിക്ക് ഒരുപാട് പത്രങ്ങളുടെ വിശേഷങ്ങൾ നൽകാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് അല്പം നമ്മുടെ കലോത്സവ വാർത്തകൾ അല്പം വൈകിയതുകൊണ്ട് സമയക്കുറവുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് എൻ്റെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഇനി ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് പത്രങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കുറച്ചുകൂടി സമയം രഞ്ജിത്ത് രാമചന്ദ്രന് കൊടുക്കാം അല്ലെ? അപ്പൊ എന്തായാലും കലോത്സവ നഗരിയിലെയും ഒപ്പം ഒരുപാട് വാർത്തകളും വളരെ സജീവമാണ്, സമ്പുഷ്ടമാണ് ഇന്നത്തെ വാർത്താ അജണ്ട. നയനയുടെ കൊലപാതകമാണോ എന്നുള്ള അന്വേഷണം, ബഫർ സോൺ സംബന്ധിച്ച വിവാദം, ആക്ഷേപം, ആശങ്ക, അതുപോലെ തന്നെ സിനഡ് നടക്കുന്നു. ജനാഭിമുഖ കുർബാനയാണോ വേണ്ടത്, അൾത്താരാഭിമുഖമായി വേണോ എന്ന് തുടങ്ങി അല്പം മുമ്പ് പറഞ്ഞ പത്രവാർത്ത. കഴിഞ്ഞ ദിവസം VV അരുൺ എക്സ്ക്ലൂസീവായിട്ട് ആദ്യം ന്യൂസ് 18 ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. V. ജോയ് CPMന്റെ ജില്ലാ സെക്രട്ടറി ആവുന്നു. ആനാവൂർ നാഗപ്പനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും ഒരു തിരിച്ചറിവ് നൽകിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു വാർത്ത ബ്രേക്ക് ആയിരുന്നു അത്. കൂടുതൽ ഉത്തരവാദിത്വം വർക്കലക്കാരുടെ പ്രിയപ്പെട്ട MLA അദ്ദേഹത്തിന് കൂടുതൽ ചുമതല വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. യുവ ജില്ലാ സെക്രട്ടറി വരുന്നു തിരുവനന്തപുരത്തിന്. എന്തായാലും ഈ വാർത്തകളുമായി നമ്മുടെ ലേഖകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദില്ലിയിൽ നിന്നും അടക്കമുള്ള വിശേഷങ്ങൾ, വാർത്തകൾ ന്യൂസ് 18ലേക്ക് എത്തിക്കും. തുടർന്ന് ഞങ്ങൾ എത്തിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഓഫീസിലേക്ക് മടങ്ങി പോവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. പ്രഭാത കേരളം ഇന്നത്തേക്ക് മാത്രം ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു ലൊക്കേഷനിൽ നിന്ന്. നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം.